ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി ഓണത്തിൻ്റെ തിരക്കുകളിലൊക്കെ പെട്ടുപോയതാണ്. നിങ്ങളൊക്കെ ഓണം നന്നായി ആഘോഷിച്ച് കാണുമല്ലോ അല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ദോശയായിട്ടാണ്. എഗ് ദോശയും ഒണിയൻ ചട്നിയും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ ഞാൻ ഉണ്ടാക്കുന്നത് ഒനിയൻ ചട്നിയാണ്. അതിനായി ഒരു 20 ചെറുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളിയും 2 വത്തലമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും വത്തലമുളകും പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടി ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടത്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു കടായി വെച്ചിട്ട് നമുക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകി ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിങ്ങനെ ചൂടാക്കി എടുക്കണമെന്ന് നിർബന്ധമില്ല, കാരണം നമ്മൾ നന്നായി വഴറ്റിയിട്ടാണ് അരച്ചെടുത്തത്. ഇപ്പോൾ ചട്നി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കടുക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒനിയൻ ചട്നിക്ക് സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഈ ഒനിയൻ ചട്നിയുടെ വീഡിയോ എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞിട്ട് ചെയ്തതാണ്. അവൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ഇനി നമുക്ക് എഗ് ദോശ ഉണ്ടാക്കാം. അതിനായി ഞാൻ ഒരു മുട്ടയും സബോള പൊടിയായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു തവ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല വട്ടത്തിൽ പരത്തിയെടുക്കുക. എഗ് ദോശ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ ദോശയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇന്ന് നമുക്ക് വേണ്ടി എഗ് ദോശ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ദോശയുടെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുട്ട കൂടെ ഒഴിച്ച് നന്നായി പരത്തിയെടുക്കുക. എഗ് ദോശയ്ക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ എഗ് ദോശ റെഡിയായി. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കാം. എഗ് ദോശയും ഒനിയൻ ചട്നിയും ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.